മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രുചികരവും ആരോഗ്യപ്രദവുമായ ഒരു പുതുപുത്തൻ കിടിലൻ അച്ചാറുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. മൾബറി അച്ചാർ. അതിനു വേണ്ട ചേരുവകൾ: മൾബറി ആവശ്യത്തിന്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്ര എടുക്കാവുന്നതാണ്. അതിനനുസരിച്ച് മറ്റ് ചേരുവയുടെ അളവ് കൂട്ടിയാൽ മതി. ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചെറുതൊന്ന്, ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത് 1 കഷ്ണം, വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയത് 8 അല്ലി, മുളക് പൊടി 1 ടീസ്പൂൺ, അച്ചാർ പൊടി 1 ടീസ്പൂൺ, കടുക് 2 ടീസ്പൂൺ, ഉലുവ 1 ടീസ്പൂൺ, പാചക എണ്ണ ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്, കറിവേപ്പില 2 ഇല. എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും നന്നായി വറുത്തെടുക്കണം. വറുത്തെടുത്ത ഉലുവയും കടുകും പൊടിച്ചെടുക്കണം. അതൊരു പാത്രത്തിലേക്ക് മാറ്റുക. മറ്റൊരു പാത്രം അടുപ്പിൽ വെക്കുക. ചട്ടി ചൂടായ ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ചട്ടുകം കൊണ്ട് ഇളക്കി കൊടുക്കുക. 2 മിനിറ്റോളം സമയമാവും അതൊന്ന് പാകമാവാൻ. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതും വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയതും ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതെല്ലാം പാകമായാൽ മൾബറി ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ അച്ചാർ പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എല്ലാ ചേരുവകളും ഒരുപോലെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. 3 മിനിറ്റോളം സമയമാവും അതെല്ലാം പാകമായി വരാൻ. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പാകമായാൽ അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കുക. മറ്റൊരു പാത്രം അടുപ്പിൽ വെക്കുക. ചൂടായ ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിയ ശേഷം അടുപ്പിൽ നിന്ന് വാങ്ങി മൾബറി അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉലുവ വറുത്ത് പൊടിച്ചതും കടുക് വറുത്ത് പൊടിച്ചതും അതിലേക്ക് വിതറി കൊടുക്കുക. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കണം. എല്ലാ ചേരുവകളും ഒരുപോലെ മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിക്കണം. എല്ലായിടത്തും ചേരുവയെല്ലാം ഒരുപോലെ പിടിക്കണം. അതീവ രുചികരമായ മൾബറി അച്ചാർ റെഡിയായി. ഒന്നാം തരം ടേസ്റ്റാണിതിന്. ഒരിക്കലുണ്ടാക്കിയാൽ പിന്നെ നിങ്ങളുടെ ഫേവറിസ്റ്റ് ആവുന്ന ഐറ്റം അച്ചാറാണിത്. ചോറിൻ്റെ കൂടെയൊക്കെ തൊട്ടുകൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കരുത്. മറ്റൊരു സൂപ്പർ വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെ ബൈ.